നമസ്കാരം, ഇൻസ്റ്ററിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നു. ഹമാസ് അതിന് തയ്യാറായാൽ, ഇസ്രയേൽ മൗനം പാലിച്ചാൽ ഉറപ്പായും ആ ഒരു വിഷയം നടക്കും. അല്ലെങ്കിൽ റഫേൽ സംഭവിക്കാൻ പോകുന്നത് ഏറ്റവും വലിയൊരു മാനുഷിക ദുരന്തം തന്നെ ആയിരിക്കുമെന്ന മുന്നറിയിപ്പും ഇതിന് പിന്നാലെ തന്നെ വരുന്നു. അമേരിക്ക തന്നെ മുന്നിട്ടിറങ്ങി ഹമാസ് ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കുന്നു. അവസാന ജയം ഇസ്രയേലിന് തന്നെയെന്നാണ് ഉറപ്പിക്കേണ്ടത്. അതിനുശേഷം ഹമാസിനെ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമാക്കാൻ, വേരോടെ പിഴുതെറിയാനുള്ളൊരു നീക്കം തന്നെയാണ് അണിയറയിൽ നടക്കുന്നതെന്നും സൂചന. എല്ലാ ബന്ദികളെയും വളരെ വേഗത്തിൽ വിട്ടയക്കാനും തീരുമാനം. ഒക്ടോബർ 7 നടന്ന കൂട്ടക്കൊലയ്ക്ക് ശേഷം അന്ന് ബന്ദികളാക്കിയവരെ വിട്ടയക്കാൻ ഹമാസ് തയ്യാറായാൽ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ നാളെ തന്നെ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന ഉറപ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ലോകത്തിന് മുന്നിൽ വെളിവാക്കുന്നത്. ഇതുവരെ ഇസ്രയേലിനൊപ്പം നിലകൊണ്ടുവെങ്കിലും ഇപ്പോൾ അത് അവസാനിപ്പിക്കേണ്ട സമയമായി എന്നുള്ള തിരിച്ചറിവാണ് ജോ ബൈഡൻ ഉണ്ടായിരിക്കുന്നത്. തെക്കൻ ഗാസയിലെ റഫ നഗരത്തെ ഇസ്രയേൽ ആക്രമിക്കുകയാണെങ്കിൽ ഇസ്രയേലിനുള്ള ആയുധ വിതരണം അവസാനിപ്പിക്കുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ബൈഡൻ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. മനുഷ്യക്കുരുതിക്ക് തങ്ങൾ കൂട്ടുനിൽക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവാണ് അമേരിക്കയെ അങ്ങനെ ചിന്തിപ്പിക്കാൻ കാരണമായത്. ഇതിന് പിന്നാലെയാണ് വെടിനിർത്തൽ സാധ്യതയെക്കുറിച്ചുള്ള ഒരാലോചന കൂടി ബൈഡൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിലൊരു തീരുമാനമെടുക്കേണ്ടത് ഇനി ഹമാസ് തന്നെയാണ്. ഇസ്രയേലാണ് കാര്യം പറഞ്ഞത്. ഇനി ഹമാസ് അതിനെ ആഗ്രഹിക്കുന്നെങ്കിൽ നാളെ തന്നെ എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ കഴിയും. വെടിനിർത്തൽ എന്ന് പറയുന്നത് നാളെ തന്നെ സാധ്യമാക്കി തരുമെന്ന ഉറപ്പും ബൈഡൻ നൽകുന്നുണ്ട്. സ്ട്രിപ്പിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമുള്ള കരാറിനെ ചൊല്ലി ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പരോക്ഷമായ ചർച്ചകൾ അണിയറയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പുതിയ റൗണ്ട് ഈ ആഴ്ച കൃത്യമായ വ്യക്തത ഒന്നും തന്നെ ഇല്ലാതെ, പുരോഗതി ഒന്നും തന്നെ ഇല്ലാതെ പിരിഞ്ഞതായും അറിയാൻ കഴിഞ്ഞു. ഒരു നിർദ്ദേശത്തിൽ നിന്നും പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഹമാസും വ്യക്തമാക്കിയത്. ഗാസയിലെ റാഫ നഗരം ആക്രമിക്കുകയാണെങ്കിൽ പീരങ്കി ഷെല്ലുകളും മറ്റ് ആയുധങ്ങളും വിതരണം ചെയ്യുന്നത് അവസാനിപ്പിക്കുമെന്ന് ബുധനാഴ്ച അമേരിക്ക ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകി. അതിനുശേഷമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഈ വിഷയത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞത്. അമേരിക്ക ബോംബുകൾ വർഷിച്ച് സാധാരണക്കാർ കൊല്ലപ്പെട്ടതിൽ വലിയ തോതിലുള്ള വൈഷമ്യം തന്നെയാണ് അദ്ദേഹം പങ്കുവച്ചത്. തങ്ങൾ നൽകിയ ആയുധങ്ങൾ അനുവദനീയമല്ലാത്ത രീതിയിൽ ഉപയോഗിച്ച് ഇസ്രയേൽ രാജ്യാന്തര നിയമങ്ങൾ ലംഘിച്ചുവെന്ന് സംശയിക്കുന്നു തങ്ങൾ. അമേരിക്കൻ ഭരണകൂടം അതിനെ സംശയിക്കുന്നുണ്ട്. അമേരിക്കൻ പാർലമെന്റിന് കൈമാറിയ റിപ്പോർട്ടിലൂടെയാണ് ആഭ്യന്തര വകുപ്പ് അധികൃതർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. ഗാസയിലെ ഇപ്പോഴത്തെ യുദ്ധാന്തരീക്ഷം മൂലം ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ വിശദാംശങ്ങൾ ശേഖരിക്കാനുള്ള ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. തുടർച്ചയായി പരോക്ഷ ചർച്ചകൾ നടത്തിയിട്ട് പോലും വെടിനിർത്തൽ കരാറിലെത്താൻ ഇതുവരെയും ഇസ്രയേലിനോ ഹമാസിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനൊരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ അമേരിക്ക നടത്തുന്നത്. വ്യാഴാഴ്ച കെയ്റോയിൽ തന്നെ വെടിനിർത്തൽ ചർച്ചകൾ ധാരണയില്ലാതെ പിരിഞ്ഞുപോയൊരു സാഹചര്യമുണ്ടായി. മധ്യസ്ഥരുടെ നിർദ്ദേശം ഇസ്രയേൽ നിരസിച്ച ഭേദഗതികളിലൂടെ കാര്യങ്ങൾ ആദ്യം സ്ക്വയറിലെത്തിയെന്നാണ് ഹമാസ് പറയുന്നത്. എല്ലാ ബന്ദികളെ വിട്ടയച്ചാലും ഹമാസിനെ പരാജയപ്പെടുത്തുന്നതുവരെ ഗാസയിൽ സ്ഥിരമായി വെടിനിർത്തലിന് സമ്മതിക്കാൻ ഇസ്രയേൽ ആവർത്തിച്ച് വിസമ്മതിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമായൊരു വിഷയമാണ്. ബന്ദികളെ വിട്ടയക്കുന്നത് മാത്രമല്ല ഇസ്രയേലിന്റെ മുന്നിൽ ഇപ്പോഴുള്ള വെല്ലുവിളി. ഇനിയൊരു ആവർത്തി കൂടി ഹമാസ് ഇങ്ങനെ ഒരു ആക്രമണം നടത്താതിരിക്കാൻ വേരോടെ അവരെ നശിപ്പിക്കണമെന്ന ചിന്ത കൂടി IDFന്റെ മനസ്സിലേക്ക് തറച്ചു കയറിയിട്ടുണ്ട്. തുടർച്ചയായി പരോക്ഷ ചർച്ചകൾ നടത്തിയിട്ട് പോലും ഇതുവരെയും അതൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ കൂടിയാണ് അമേരിക്ക ഇടപെടുന്നത് എന്നതും ശ്രദ്ധേയമായതാണ്. ഹമാസ് ആക്രമണത്തിൽ 1170-ലധികം ആളുകൾ കൊല്ലപ്പെട്ടുവെന്നും അതിൽ ഭൂരിഭാഗം പേരും സാധാരണക്കാരാണെന്നും ഗാസയിൽ ഇതുവരെ 34,971 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഹമാസ് നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്ക് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മരിച്ചവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നവരാണ്. ഒക്ടോബർ 7 ഹമാസിന്റെ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഗാസയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു. 3000-ഓളം ഭീകരർ അതിർത്തി കടന്ന് കരവ്യോമ കടൽ മാർഗത്തിലൂടെ ഇസ്രയേലിലേക്ക് പാഞ്ഞെടുക്കുകയും 1200 പേരെ കൊലപ്പെടുത്തുകയും 252 പേരെ ബന്ദികളാക്കി പിടികൂടി കൊണ്ടുപോവുകയും അതിർത്തിക്കപ്പുറത്തേക്ക് പാർപ്പിക്കുകയും ചെയ്തു. ഒക്ടോബർ 7 ഹമാസ് തട്ടിക്കൊണ്ടുപോയ 128 ബന്ദികൾ ഗാസയിലുണ്ടെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു. അവരെല്ലാം തന്നെ ജീവിച്ചിരിപ്പുണ്ട് എന്ന വിശ്വാസമില്ല. നവംബർ അവസാനത്തോടെ ഒരാഴ്ച നീണ്ടുനിന്ന സന്ധ്യയിൽ 105ഓളം സിവിലിയന്മാരെ ഹമാസിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞു. അതിനു മുൻപ് 4 ബന്ദികളെ വിട്ടയച്ചു. 3 ബന്ദികളെ സൈന്യം തന്നെ ജീവനോടെ രക്ഷിച്ചു. കൂടാതെ 12 ബന്ദികളുടെ മൃതദേഹമാണ് കണ്ടെടുത്തത്. ഗാസയിൽ പ്രവർത്തിക്കുന്ന സൈനികർക്ക് ലഭിച്ച പുതിയ രഹസ്യാന്വേഷണ വിവരങ്ങളും കണ്ടെത്തലുകളും അനുസരിച്ച് ഹമാസിന്റെ കൈവശമുള്ള ബന്ദികളിൽ 36 പേരുടെ മരണം കൂടി IDF തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം തെക്കൻ ഗാസയിലെ റഫ നഗരത്തിന്റെ കൂടുതൽ മേഖലകളിൽ നിന്നും
ഇസ്രയേൽ പലസ്തീൻകാരെ ഒഴിപ്പിച്ചിട്ടുണ്ട്. കിഴക്കൻ റഫയ്ക്ക് പിന്നാലെ മധ്യ ദക്ഷിണ മേഖലകളിലും ഒഴിപ്പിക്കൽ നടപടികൾ പുരോഗമിക്കുന്നു എന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട്. ഐക്യരാഷ്ട്ര സംഘടന പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് 1,00,000-ലധികം പേരാണ് ഇതിനോടകം റഫ നഗരം വിട്ടകന്നത്. ഏറ്റവും വലിയൊരു മാനുഷിക കൂട്ടക്കുരുതി ദുരന്തമായി റഫ മാറാൻ പോകുന്നു എന്ന മുന്നറിയിപ്പാണ് UN നൽകുന്നത്. റഫയിൽ സൈനിക നടപടി വിപുലീകരിക്കാനുള്ള തീരുമാനം ഇസ്രയേൽ യുദ്ധകാര്യ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അത് വളരെ വേഗത്തിൽ അവർ നടപ്പിലാക്കും. അതിന് പിന്നാലെയാണ് സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം കൂടി ഇസ്രയേൽ സൈന്യം ശക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശം സൈന്യം നൽകിയതുമേറെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. തെക്കൻ വടക്കൻ ഗസകളിൽ കരയാക്രമണം വ്യാപകമാക്കി വർദ്ധിപ്പിക്കാനുള്ളൊരു തീരുമാനം നടക്കുന്നുണ്ട്. റഫയുടെ പല മേഖലകളിലായി നടന്ന വ്യോമ കരയാക്രമണത്തിൽ ഒട്ടനവധി ആളുകൾ തന്നെയാണ് ജീവൻ നഷ്ടമായത്. ഒട്ടനവധി ആളുകൾക്ക് തന്നെയാണ് ഉറ്റവരെയും ഉടയവരെയും ഇല്ലാതായിരിക്കുന്നത്. മൃതദേഹങ്ങൾ മാറ്റാനോ കൃത്യമായ ശവസംസ്കാര നടപടികളിലേക്ക് കടക്കാനോ പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് എത്തിക്കാനോ ഉള്ള ഒരു തരത്തിലുമുള്ള സംവിധാനം അവിടെ ഇല്ല എന്നാണ് ഗാസ ആരോപിക്കുന്നത്. കഴിഞ്ഞ രാത്രി മാത്രം ഏകദേശം 30-ലധികം പേർ കൊല്ലപ്പെട്ടു ഈ നഗരത്തിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. റഫയിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ ഹമാസിനെ കണ്ടെത്തി വധിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അമേരിക്ക ഇസ്രയേലിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ വാഷിംഗ്ടൺ പോസ്റ്റ് തന്നെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു എന്നാണ് ഹമാസ് ആരോപിക്കുന്നത്. സിവിലിയൻ സമൂഹത്തെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാതെ ഇസ്രയേൽ നടത്തുന്ന ഈ ആക്രമണം ഗുരുതരമായ പ്രത്യാഘാതം തന്നെയായിരിക്കും സൃഷ്ടിക്കുമെന്ന് ജർമ്മനിയും അതോടൊപ്പം ഫ്രാൻസും മുന്നറിയിപ്പ് നൽകിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇക്കാര്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.